Hi friends, welcome to my channel Easy Maths with Sneha. അപ്പോൾ നമ്മൾ Arithmetic Sequences എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ Arithmetic Sequenceന്റെ ടേംസ് കാണാൻ ഇതിന്റെ സം കാണാനൊക്കെ പഠിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല പഠിച്ചു. അതിനുശേഷം ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല പഠിച്ചു. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈവൻ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കേ, അപ്പോൾ നമുക്ക് അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സീക്വൻസ് വരെ അതാണ് 2 4 6 8 etc. ഇതാണ് ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ്. അപ്പോൾ 2 എന്നുള്ളതിന് പകരം ഞാൻ ഒരു സ്ക്വയർ വരയ്ക്കാൻ പോവാണ്. 2 ന് പകരം ഞാൻ 2 സ്ക്വയർ വരയ്ക്കും. ഓക്കേ, അടുത്തത് 4 ന് പകരം 4 സ്ക്വയർ. ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. 2 ന്റെ കൂടെ 4 ആഡ് ചെയ്യാൻ പോവാണ്. 4 ന് പകരം ഞാൻ 4 സ്ക്വയേഴ്സ് ആഡ് ചെയ്യും. ഓക്കേ, ഇനി ഇതിന്റെ കൂടെ ഞാൻ 6 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ ഒരു 6 സ്ക്വയേഴ്സ് ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതിന്റെ വാല്യൂ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സം കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത്രയും സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ ലൈനിൽ ഒരു സ്ക്വയർ മാത്രം എടുക്കുക. അതായത് ആദ്യത്തെ ലൈനിന്റെ പകുതി 2 സ്ക്വയേഴ്സ് ആണുള്ളത്. അതിന് ഒരു സ്ക്വയർ മാത്രം എടുക്കും. രണ്ടെണ്ണമായിട്ട് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ പകുതി 4 എന്നുള്ളത് 2 മാത്രം ഞാൻ എടുക്കാം. അപ്പോൾ 2 ഈ ഫസ്റ്റ് സ്ക്വയറിന്റെ കൂടെ വെച്ചു, 2 ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അടുത്തതില് 6 ഉണ്ട്. അത് 3 വെച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യത്തേന്റെ കൂടെ 3 ചേർത്ത് വെച്ചു. അതുപോലെ രണ്ടാമത്തേന്റെ കൂടി 3 ചേർത്ത് വെച്ചു. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് സ്ക്വയേഴ്സും ഇതിന്റെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഈ ടോട്ടൽ നമ്പർ കിട്ടും. ഇനി ഇത് നോക്കാം. ഇവിടെ ആദ്യത്തെ ലൈനില് ഒരെണ്ണുള്ളൂ, രണ്ടാമത്തെ ലൈനില് 2 ഉണ്ട്, മൂന്നാമത്തെ ലൈനില് 3 ഉണ്ട്. ഇവിടെ അതുപോലെ 1 2 3 അല്ലേ? അപ്പോൾ നോക്കാം, ഇത് 1 2 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? n × n+1 ഡിവൈഡഡ് ബൈ 2. ഇതും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവിടുത്തെ ഫോർമുല എന്താണ്? n × n+1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് n × n+1 ഡിവൈഡഡ് ബൈ 2. ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. അതിന് പകരം ഞാൻ ഇതിന്റെ ഫോർമുല കൊടുത്തു n × n+1 ഡിവൈഡഡ് ബൈ 2. ഇതും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിന് പകരം ഞാൻ ആ ഫോർമുല കൊടുത്തു n × n+1 ഡിവൈഡഡ് ബൈ 2. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? ഇതെങ്ങനെ ആഡ് ചെയ്യാം? വളരെ എളുപ്പമാണ്. കാരണം രണ്ട് ടേമും സെയിം ആണ്. ഒരേ ടേമിന്റെ പകുതിയാണ്. n × n+1 ന്റെ പകുതി n × n+1 ന്റെ പകുതി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n × n+1 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക n × n+1. അതായത് നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? ഈവൻ നമ്പേഴ്സിന്റെ സം എന്നാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുലയാണിത് n × n+1. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 3 നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ n ന്റെ വാല്യൂ എത്രയാണ്? n ന്റെ വാല്യൂ 3 ആണ്. n+1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 4 ആണ് വരിക. 3 × 4 എന്ന് പറഞ്ഞാൽ 12. അതായത് ആഡ് നോക്കുക, 2 + 4 ചെയ്യുമ്പോൾ 6 കിട്ടും, 6 + 6 ചെയ്യുമ്പോൾ 12 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ 4 ടേംസ് എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ n ന്റെ വാല്യൂ എത്ര വരിക? 4 ആണ് വരിക. n × n+1 എന്ന് പറയുമ്പോൾ 4 × 5 20 ആണ് വരിക. ഇത് ആഡ് ചെയ്ത് നോക്കുക, 2 + 4 ചെയ്യുമ്പോൾ 6 കിട്ടും, 6 + 6 ചെയ്യുമ്പോൾ 12 കിട്ടും, 12 + 8 ചെയ്യുമ്പോൾ 20 കിട്ടും. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n × n+1 ആണ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ടൈപ്പ് സീക്വൻസ് ആണെങ്കിലും അതിന്റെ സം കാണാനുള്ള ആദ്യത്തെ n ടേംസിന്റെ സം ടു n ടേംസ് കാണാനുള്ള ഫോർമുലയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ടേമിനെ എപ്പോഴും നമ്മൾ a എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് a + d ആയിരിക്കും. അടുത്ത ടേം എന്തായിരിക്കും? തേർഡ് ടേം എന്ന് പറയുന്നത് a + 2d ആയിരിക്കും. ഫോർത്ത് ടേം a + 3d ആയിരിക്കും. ഫിഫ്ത്ത് ടേം a + 4d ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക. ഫസ്റ്റ് ടേം a ആണ്, സെക്കൻഡ് ടേം a + d ആണ്, തേർഡ് ടേം a + 2d ആണ്, ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ a + 3d ആണ്, ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ a + 4d ആണ്. അപ്പോൾ nth ടേം എന്ന് പറയുമ്പോൾ a + n-1d ആയിരിക്കും. nth ടേം എന്ന് പറയുന്നത് a + n-1
a plus n minus 1 d. നമുക്ക് ഇതിന്റെ സം ആണ് കണ്ടത്. അതായത് a plus d plus a plus 2d plus etc plus a plus n minus 1 into d. ഇത്രയും ടേംസിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ n ടേംസ് ആണ് ഉള്ളത്. ആദ്യത്തെ ടേമിൽ a ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ a ഉണ്ട്, മൂന്നാമത്തെ ടേമിൽ a ഉണ്ട്, ലാസ്റ്റ് nth ടേമിൽ വരെ എന്തുണ്ട്? a ഉണ്ട്. അപ്പോൾ ഞാൻ ഈ a കളെയൊക്കെ ഒരുമിച്ച് എടുക്കാൻ പോവാം. അപ്പോൾ എല്ലാ a ഞാൻ ഇവിടെ ഒരുമിച്ച് എഴുതി. ഓക്കെ, ഇനി നോക്കുക. സെക്കൻഡ് ടേമിൽ d ഉണ്ട്, തേർഡ് ടേമിൽ d ഉണ്ട്, ലാസ്റ്റ് ടേം വരെ എന്തുണ്ട്? d ഉണ്ട്. അപ്പോൾ ഈ d യുടെ ടേമിൽ d നെ ഞാൻ ഔട്ട്സൈഡ് എടുക്കാം. ഇവിടെ d ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുടെ 1 ഉണ്ടാവും, പ്ലസ് ഇതിൽ d പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 2 ഉണ്ടാവും, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേമിൽ d പോയി കഴിഞ്ഞാൽ ഇവിടെ n minus 1 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ d നെ ഔട്ട്സൈഡ് എടുത്തു, ബാക്കിയുള്ള ടേംസിലൊക്കെ എഴുതി. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ എത്ര a ഉണ്ടായിരിക്കും? എല്ലാ ടേമിലും a ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം n ടേംസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ n aകൾ ഉണ്ടായിരുന്നു. n aകൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? ഇപ്പോൾ 2a ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a കിട്ടും. 3a ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3a കിട്ടും. 4a ആഡ് ചെയ്യുമ്പോൾ 4a കിട്ടും. അപ്പോൾ n aകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n into a കിട്ടും. ഓക്കെ, പ്ലസ് d into ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് എന്ത് നമ്പേഴ്സ് ആണ്? ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 plus 2 plus 3 plus etc n minus 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. n വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ n into n plus 1 divided by 2. ഏത് നമ്പർ വരെയാണോ ആ നമ്പർ ഇൻറ്റു തൊട്ടടുത്ത നമ്പർ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് n minus 1 വരെയാണുള്ളത്. അപ്പോൾ ഇതിന്റെ സം കാണാനുള്ള ഫോർമുല n minus 1 into തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? n minus 1 കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ n ആയിരിക്കും. n divided by 2. ഓക്കെ, നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിനെ ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 2 into na. അപ്പോൾ എനിക്ക് കിട്ടാം 2na പ്ലസ് ഇവിടെ 1 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക 1 into d യും n ഉം ഞാൻ അതിനെ ഒരുമിച്ച് എഴുതാണ്. n d into n minus 1. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ആണ്. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാൻ കോമൺ ആയിട്ട് ഏതെങ്കിലും ടേംസിൽ നോക്കുക. കോമൺ ആയിട്ടുള്ള ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഔട്ട്സൈഡ് എടുക്കാം. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? n ഉണ്ട്, ഇതിലും കോമൺ ആയിട്ട് n ഉണ്ട്. ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഔട്ട്സൈഡ് എടുക്കാൻ പോവാണ്. ഈ രണ്ട് ടേമിലും ഞാൻ n നെ ഔട്ട്സൈഡ് എടുത്തു. ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഞാൻ ഇവിടെ എടുത്തു. ഇനി ബാക്കി ഏതൊക്കെ ടേംസ് ഉണ്ട്? ഇവിടെ n പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? 2a ആണ്. ബാക്കിയുള്ള ടേംസ് ഞാൻ എഴുതാണ് 2a പ്ലസ് ഇവിടെ n minus 1 ഉണ്ട്, ഇവിടെ ഒരു d ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? n minus 1 into d. അപ്പോൾ ഇതാണ് നമ്മുടെ സം ടു n ടേംസിനുള്ള ഫോർമുല. ആദ്യത്തെ n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n by 2 into 2a plus n minus 1 into d. ആദ്യത്തെ n ടേംസ്, അതായത് സം ടു n ടേംസ് കാണാനുള്ള ഫോർമുല ഞാൻ അതിനെ SL നെ ഡിനോട്ട് ചെയ്യാണ്. SL equal to n by 2 into 2a plus n minus 1 into d. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേംസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഫോർമുലയിൽ നമുക്ക് വേറെ എഴുതാം. അതായത് ഞാൻ ഇതിലൊന്ന് മാറ്റി എഴുതാണ് n by 2 into ഇവിടെ നമുക്ക് 2a ഉണ്ട് അല്ലേ? ആ 2a ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. 2aക്ക് പകരം ഞാൻ a plus a എഴുതാൻ പോവാണ്. 2a എന്ന് പറഞ്ഞാലും a plus a എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതിനെ ഞാൻ a plus a എന്ന് എഴുതി. ബാക്കിയുള്ള ടേംസ് അതേപോലെ തന്നെ എഴുതി n minus 1 into d. അപ്പോൾ നോക്കാം, ഇവിടുത്തെ ഇതുവരെയുള്ള ടേംസ് നോക്കാം. 3 ടേംസ് നോക്കാം. a plus n minus 1 into d.
ഇത് nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ്. nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വേണമെങ്കിൽ ലാസ്റ്റ് ടേം കൊടുക്കാം. അതായത് n/2 into a plus a plus n minus 1 into d ക്ക് പകരം ഞാൻ ലാസ്റ്റ് ടേം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അതായത് ലാസ്റ്റ് ടേം അറിയാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു n/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ടു n ടേംസ് കിട്ടും. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് സം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് സം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് സം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് അരിത്തമെറ്റിക് സീക്വൻസ് വന്നാലും നമുക്ക് അതിന്റെ സം ടു n ടേംസ് കാണാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഫോർമുലാസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാം, എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ വരിക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.